ഓക്കെ, സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ അവസാനത്തെ ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് സൂപ്പർ കണ്ടക്ടർ എന്ന് പഠിച്ച് അതിൻ്റെ തിയറി പഠിച്ച് എല്ലാം പഠിച്ച് ലാസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടർ. അതൊന്നുമില്ല, സൂപ്പർ കണ്ടക്ടിവിറ്റി ഹാസ് wide ranging application from large scale device which MD very fine superconducting winding made up type 2 material to small scale electronic device used in measuring instrument and computer. അപ്പോൾ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു. സച്ച് ന്യൂ ലെവലിൽ നമ്മളെ സൂപ്പർ കമ്പ്യൂട്ടറിലുള്ള ഉപയോഗിക്കുന്നു. അതേപോലെ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസിൽ നമുക്ക് ചിലപ്പം എനർജിയുടെ എനർജി കുറയ്ക്കാൻ വേണ്ടി, അതായത് എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസായ ഒരു ആപ്ലിക്കേഷനാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് ഒരു സ്മാൾ സ്കെയിൽ ഡിവൈസ് പറയാൻ പറ്റും, സ്ക്യുഡ് എന്ന് പറയും. അതായത് സൂപ്പർ കണ്ടക്ടിങ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ്. അത് യൂസ്ഡ് ചെയ്യുന്നത് വെച്ചാൽ എക്സ്ട്രീംലി സ്മാൾ മാഗ്നിഫൈഡ് നമ്മൾ ഡിവൈസാണ് ഏത് ഉപയോഗിക്കുന്നത്. സ്ക്യുഡ് എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അത് ഇൻസ്ട്രുമെൻ്റാണ്. അത് അതിൻ്റെ ആപ്ലിക്കേഷൻ വരും, സൂപ്പർ കണ്ടക്ടിവിറ്റി ആപ്ലിക്കേഷൻ വരും. അതായത് സ്ക്യുഡ്, SQUID, സ്ക്യുഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ്. അതിൻ്റെ പറയണത് എന്താണെന്ന് പറയുക, സൂപ്പർ കണ്ടക്ടിങ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ്. സ്ക്യുഡ് എന്തിനാണ്ട്, സൂപ്പർ കണ്ടക്ടിങ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ് യൂസ് ചെയ്യണം. എന്തിനാണ്ട്, സ്ക്യുഡ് ഈസ് യൂസ്ഡ് ടു മെഷർ എ എക്സ്ട്രീംലി സ്മാൾ മാഗ്നിഫീൽഡിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് സ്ക്യുഡ് എന്ന ഉപകരണം കണ്ടുപിടിച്ചത്. അതെന്തിനാണ്ട്, സൂപ്പർ കണ്ടക്ടിങ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഇത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ലോ ലോസ് ട്രാൻസ്മിഷൻ ലൈൻ and transformer can be used. Made with superconductor. അപ്പോൾ സൂപ്പർ കണ്ടക്ടർ കൊണ്ട് ലോ ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് ട്രാൻസ്ഫോമർ, അതായത് സ്മോളർ സൈസ് ആയിരിക്കും. ട്രാൻസ്ഫോമറൊക്കെ നമുക്ക് എന്തിന് ഉപയോഗിക്കാൻ പറ്റും, സൂപ്പർ കണ്ടക്ടർ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിങ് ജനറേറ്റർ ആർ സ്മാളർ ഇൻ സൈസ്. ഈ സൂപ്പർ കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനറേറ്ററൊക്കെ സ്മാളർ ഇൻ സൈസിൽ നിർമ്മിക്കാൻ പറ്റും. സ്മാളർ ഇൻ സൈസ് ആൻഡ് വെയിറ്റ്. This generator consume very low energy and so we can save more energy. അപ്പോൾ എന്താണ്, മൂന്ന് ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. സ്ക്യുഡ് എന്ന് പറഞ്ഞ ഒരു മിശ്രണ എക്സ്ട്രീംലി സ്മാൾ മാഗ്നിഫൈഡാണ്. സ്മാൾ മാഗ്നിഫൈഡിനെ മിശ്ര ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്യുഡ് എന്ന് പറഞ്ഞ ഉപകരണമുണ്ട്. സൂപ്പർ കണ്ടക്ടിവിറ്റി ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസ് എന്നാണ് അതിന് പറയണത്.
അത് അടുത്ത ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ലോ ട്രാൻസ്മിഷൻ ലൈനിൽ അതായത് നമ്മൾ അതിൻ്റെ കോറിൽ ലോ ട്രാൻസ്മിഷൻ ലൈന് ട്രാൻസ്ഫോമറൊക്കെ എന്തിനു ഉപയോഗിക്കാം? സൂപ്പർ കണ്ടക്ടർ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഈ സൂപ്പർ കണ്ടക്ടർ ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കാൻ അതിൻ്റെ അത് നമുക്ക് സ്മോളർ സൈസ് ആയിരിക്കും. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയൽ കോട്ട് ചെയ്യുന്നുണ്ട്. അത് ജനറേറ്റർ എന്ത് ചെയ്യേണ്ടത്? ലോ എനർജി ആയിരിക്കും. പിന്നെ നമുക്ക് സേവ് മോർ എനർജി, കുറേ എനർജി നമുക്ക് സേവ് ചെയ്യും. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് MRI സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി ഫുള്ള് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതെന്ത്? സൂപ്പർ കണ്ടക്റ്റിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് MRI സ്കാൻ ചെയ്യാൻ പറ്റും. സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് ഇൻ MRI. എന്താണ് MRI എന്ന്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. അത് ലാർജ് ഹാർഡ് ആൻഡ് കൊളൈഡിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുമോ? സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കും. സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റ് ഇൻ MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് ആൻഡ് ലാർജ് ഹാർഡ് ആൻഡ് കൊളൈഡിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ആപ്ലിക്കേഷനിൽ പറയുന്നത്. അടുത്ത ആപ്ലിക്കേഷൻ പറയണതെന്ന് വെച്ചാൽ നാലാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നത് സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റ്സ്. സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ലെവിറ്റേറ്റ്. എന്താണ് ലെവിറ്റേറ്റ്? നമ്മൾ ഈ റെയിൽസ് കണ്ട് നമ്മൾ ട്രെയിൻ പോണ റെയിൽസ് അതിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ അകത്തൊക്കെ സൂപ്പർ കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഗ്രേറ്റർ സ്പീഡ് അവൈലബിൾ ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര സ്പീഡിൽ പോയാലും ട്രെയിനിൽ കൂടുതൽ സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് സൂപ്പർ കണ്ടക്ടീവ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റ് ആർ യൂസ്ഡ് ഇൻ ലെവിറ്റേറ്റ് ആർ മോർ ട്രെയിൻ ആൻഡ് മൂവ് ട്രെയിൻ മാഗ്നറ്റിക് ലെവിറ്റേഷൻ. അതിനെ പറയുന്നതാണ് മാഗ്ലവ് എന്ന് പറയുന്നത് കേട്ടോ. മാഗ്ലവ് above its rails and drive its at a great speed. അത് ട്രെയിനിൻ്റെ ട്രെയിനിന് പോകാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എബോവിൽ ഈ മാഗ്ലവ് എന്ന് പറയുന്നത്, അതായത് സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ച മാഗ്ലവ് എന്ന് പറയുന്നത് എബോവ് ഇടും. അപ്പോൾ ആ റെയിൽസിൽ നമുക്ക് കൂടുതൽ സ്പീഡിൽ ട്രെയിൻ സഞ്ചരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നത് ഹൈ കപ്പാസിറ്റി ആൻഡ് ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ ചിപ്പ്. ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ ചിപ്പിലൊക്കെ എന്താണ് സൂപ്പർ കണ്ടക്ടീവ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് സൂപ്പർ കണ്ടക്ടർ. അടുത്ത ആറാമത്തെ പോയിന്റ് ക്രയോട്രോൺ. എ ഫാസ്റ്റ് ഇലക്ട്രിക്കൽ സ്വിച്ചിങ് സിസ്റ്റമാണ്. അത് എന്തെങ്കിലും മെയ്ഡ് ചെയ്യാൻ പറ്റുമോടെ നമുക്ക് സൂപ്പർ കണ്ടക്ടർ ഉപയോഗിച്ച് പറ്റും. എ ഫാസ്റ്റ് ഇലക്ട്രിക്കൽ സ്വിച്ചിങ് സിസ്റ്റം യൂട്ടിലൈസ് സൂപ്പർ കണ്ടക്ടിവിറ്റി for its operation. ഏഴാമത്തെ എന്ന് പറയുമ്പം സൂപ്പർ കണ്ടക്ടർ ആർ യൂസ്ഡ് ടു പെർഫോം ലോജിക് ആൻഡ് സ്റ്റോർ ഫങ്ഷൻ ഇൻ കമ്പ്യൂട്ടർ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊന്നും ഇല്ലയുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് തിയറിയാണ്, അതായത് ആപ്ലിക്കേഷനാണ് അത് ഉപയോഗിക്കുന്നത്. സൂപ്പർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്യാം അതിനാണ് പറയുന്നത്. ലോ ട്രാൻസ്മിഷൻ ലൈൻ സ്കിഡ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്?
സ്മാൾ മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലോ ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് ട്രാൻസ്ഫോമർ ക്യാൻ മെയ്ഡ് വിത്ത് സൂപ്പർ കണ്ടക്ടർ. അതായത് നമ്മൾ ഇത് വെച്ചുകൊണ്ട് ട്രാൻസ്ഫോമറൊക്കെ മെയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ട്രാൻസ്ഫോമർ മെയ്ഡ് ചെയ്യുമ്പോൾ എന്താണ്ട് ഈ പവർ ട്രാൻസ്മിഷൻ അതായത് എനർജി ലോസൊക്കെ നമുക്ക് തടയാൻ പറ്റും സൂപ്പർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച്. അതായത് സൂപ്പർ കണ്ടക്ടിങ് ജനറേറ്റർ ആർ യു സ്മാളർ ഇൻ സൈസ് ആൻഡ് വെയിറ്റ് ആയിരിക്കും. ദീസ് ജനറേറ്റർ കൺസ്യൂം വെരി ലോ എനർജി ആൻഡ് സോ വി ക്യാൻ സേവ് മോർ എനർജി. സൂപ്പർ കണ്ടക്റ്റീവ് മാഗ്നറ്റിന് എം ആർ സ്കാനിലൊക്കെ എന്താണ് സൂപ്പർ കണ്ടക്റ്റീവ് മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് MRI സ്കാനൊക്കെ, അതേപോലെ തന്നെ ലാർജ് ഹാർഡോൺ കൊളൈഡറിലൊക്കെ നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉപയോഗിക്കാം. പിന്നെ സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റ് ആർ യൂസ് ഇൻ ലെവിറ്റേറ്റ് ആൻഡ് മൂവ് ട്രെയിൻ. എന്താണ് ഇത് എബോവ് റെയിൽസിൽ നമുക്ക് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനിൽ ഹൈ സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് അതിനു വേണ്ടിയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി മാഗ്നറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഹൈ കപ്പാസിറ്റി ആൻഡ് ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ ചിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കും. അതേപോലെ ക്രയോട്രോൺ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഇലക്ട്രിക്കൽ സ്വിച്ചിങ് സിസ്റ്റമാണ്. ഇത് ഉപയോഗിക്കാനും സൂപ്പർ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് ഇത് നിർമ്മിക്കാം. സൂപ്പർ കണ്ടക്ടർ ആർ യൂസ്ഡ് ടു പെർഫോം ലോജിക് ആൻഡ് സ്റ്റോർ ഫങ്ഷൻ ഓഫ് ഇൻ കമ്പ്യൂട്ടർ. ഓക്കെ, താങ്ക് യു.